നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യ സംഘർഷ ഭൂമിയാക്കി വീണ്ടും ഇറാൻ അമേരിക്ക ആക്രമണം. ഹെലികോപ്റ്റർ തകർത്തതിനു പിന്നാലെ ഇറാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. കരാറിലെത്താൻ വൈകിയാൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപിന്റെ ഭീഷണി. കുവൈത്തിനെയും ബഹ്റിനെയും ലക്ഷ്യമിട്ട് വീണ്ടും ഇറാന്റെ ആക്രമണം. വിജയകരമായി പ്രതിരോധിച്ച ഇരു രാജ്യങ്ങളും തുടർച്ചയായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഷാർജ അൽതവൂനിൽ ശനിയാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. റോഡ് ഭാഗികമായി അടയ്ക്കുന്നത് ടണൽ നിർമ്മാണത്തിനായി. ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാൻ അഭ്യർത്ഥിച്ച ഷാർജ RTA. ഹെൽത്ത് ലോഞ്ചിവിറ്റി അതോറിറ്റിക്ക് രൂപം നൽകി ദുബായ്. ആരോഗ്യകരമായി ഭാവി കെട്ടിപ്പടുക്കുക ലക്ഷ്യം. ചെയർമാനായി ചുമതലയേൽക്കാൻ ഷെയ്ഖ് ഹംദാൻ. വാർത്തകളിലേക്ക് വിശദമായി. പശ്ചിമേഷ്യ സംഘർഷ ഭൂമിയാക്കി വീണ്ടും ഇറാൻ അമേരിക്ക ആക്രമണം. ഇറാനിൽ ഇന്ന് കനത്ത വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഹോർമുസ് കടലിടുക്കിന് സമീപം US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ സേന വെടിവെച്ചിട്ടതിന് മറുപടിയായിരുന്നു ആക്രമണം. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ നിരവധി വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു US ആക്രമണം നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ നടപ്പിൽ വരുത്താനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും സൈനിക നീക്കമുണ്ടായത്. അതേസമയം ഈ ആക്രമണങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ബാധിക്കില്ല എന്ന് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നുവെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് പ്രതികാരമായി ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾ പൂർത്തിയായി എന്നും അമേരിക്കൻ സൈന്യം അറിയിച്ചു. ബന്ദ്ർ അബ്ബാസ്, ജാസ്ക് എന്നീ മേഖലകളിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഖഷം ദ്വീപ് പ്രദേശത്ത് തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായി ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. സിരിക്കിലെ ബമാനി ജില്ലയിലുള്ള 2 വാട്ടർ ടാങ്കുകൾ ആക്രമണത്തിൽ തകർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറിനും കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ഒരു ആക്രമണത്തിനും ഭീഷണിക്കും മറുപടി നൽകാതെ വിടില്ല എന്ന് ടെഹ്റാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന് സമീപം ഹെലികോപ്റ്റർ തകർന്നു വീണത് ഇറാന്റെ ഡ്രോൺ ഇടിച്ചതിനെ തുടർന്നാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് വ്യക്തമല്ല. ഹെലികോപ്റ്റർ തകർന്നുവെങ്കിലും 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടുവെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണത്തിൽ US പൈലറ്റുമാർ രക്ഷപ്പെട്ടതായും അവർ സുരക്ഷിതരാണെന്നും ട്രംപും പറഞ്ഞു. ഇറാൻ മേഖലയിൽ യുദ്ധത്തിനുശേഷം അപ്പാഷെ ഹെലികോപ്റ്റർ വീഴുന്നത് ഇതാദ്യമാണ്. ന്യൂസ് ഡെസ്ക് NTV. കുവൈത്തിനെയും ബഹ്റിനെയും ലക്ഷ്യമിട്ടും വീണ്ടും ഇറാന്റെ ആക്രമണം ഇന്ന് ഉണ്ടായിരുന്നു. തങ്ങളുടെ വ്യോമാതിർത്തി ലക്ഷ്യമിട്ടെത്തിയ ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണ ശ്രമം നടന്നത്. ഇറാനിൽ അമേരിക്ക നടത്തിയ കനത്ത ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ബഹ്റൈനും കുവൈറ്റും ലക്ഷ്യമാക്കി വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചുവെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി സജ്ജമാക്കുകയും ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് തന്നെ തകർക്കുകയും ചെയ്തതായി കുവൈറ്റ് സായുധ സേനയുടെ ജനറൽ കമാൻഡ് വ്യക്തമാക്കി. നിശ്ചിത പ്രവർത്തനക്രമങ്ങൾ പാലിച്ചാണ് രാജ്യം വ്യോമാക്രമണങ്ങളെ നേരിട്ടത്. അനാവശ്യ ഭീതി ഒഴിവാക്കാൻ ജനങ്ങൾ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ വ്യോമാക്രമണങ്ങളെ ബഹ്റൈൻ സൈന്യവും വിജയകരമായി പ്രതിരോധിച്ചു. പുലർച്ചെയോടെ രാജ്യത്ത് വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങിയതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അടിയന്തരമായി മാറാൻ ജനങ്ങൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇറാന്റെ വ്യോമാക്രമണങ്ങളെ ബഹ്റൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനം നേരിട്ടതായും വിജയകരമായി പ്രതിരോധിച്ചതായും അധികൃതർ സ്ഥിരീകരിച്ചു. മേഖലയിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് NTV. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തുന്ന ആക്രമണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ വിമർശിച്ചു. വഞ്ചനാപരമായ ഇറാനിയൻ ഭീകരാക്രമണങ്ങൾ എന്നാണ് സംഭവത്തെ UAE വിമർശിച്ചത്. ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അതിശക്തമായ ഭാഷയിലാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ വിമർശിച്ചത്. ആക്രമണങ്ങൾ ജോർദാൻ ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങളുടെയും പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും
രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വഞ്ചനാപരമായ ഇറാനിയൻ ഭീകരാക്രമണങ്ങൾ എന്നും UAE വിമർശിച്ചു. അന്യായമായ ആക്രമണങ്ങളിൽ നിന്ന് മേഖലയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ആക്രമിക്കപ്പെട്ട രാജ്യങ്ങൾ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഖത്തർ പിന്തുണ പ്രഖ്യാപിച്ചു. ഇറാൻ ആക്രമണങ്ങൾ മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുകയാണെന്ന് ഈജിപ്തും ചൂണ്ടിക്കാട്ടി. സഹ അറബ് രാജ്യങ്ങളുടെ സുരക്ഷ ഈജിപ്ഷ്യൻ അറബ് ദേശീയ സുരക്ഷയുടെ അവിഭാജ്യ ഘടകമാണ്. രാജ്യങ്ങളുടെ പരമാധികാരത്തെയോ പ്രാദേശിക സമഗ്രതയെയോ ദുർബലപ്പെടുത്തുന്ന ഏതൊരു നടപടിയെയും തള്ളിപ്പറയുന്നതായും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഹെൽത്ത് ലോഞ്ചിവിറ്റി അതോറിറ്റിക്ക് രൂപം നൽകി ദുബായ്. ഷെയ്ഖ് ഹംദാൻ ചെയർമാനായാണ് പുതിയ അതോറിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മനുഷ്യരാശിക്ക് ആരോഗ്യകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ചെയർമാനായാണ് ഹെൽത്ത് ലോഞ്ചിവിറ്റി അതോറിറ്റിക്ക് ദുബായ് രൂപം നൽകിയത്. മനുഷ്യരാശിക്ക് ആരോഗ്യകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടാണ് ദുബായിയുടെ പുതിയ നീക്കം. ഇതിനായി ശാസ്ത്ര ഗവേഷണം, നവീകരണം, നിക്ഷേപം, ആഗോള പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുന്നതിന് പുതിയ ചട്ടക്കൂടൊരുക്കും. ആരോഗ്യരംഗത്തെ ഏറ്റവും പുതിയ പരിഹാരങ്ങൾ, ബയോടെക്നോളജി, ലൈഫ് സയൻസ് എന്നിവ ഉൾക്കൊള്ളുന്ന ലോകോത്തര ആവാസ വ്യവസ്ഥ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ദുബായ് നേതൃത്വം നൽകും. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ദുബായിയുടെ മേഖലകളിലൊന്നിൽ ദുബായ് കിരീടാവകാശി ഇനി നയിക്കുമെന്ന് UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. മനുഷ്യന്റെ ആരോഗ്യവും ജീവിത നിലവാരവും ഉയർത്തുന്ന പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായി ദുബായിയെ മാറ്റുകയാണ് ലക്ഷ്യം. സമ്പദ് വ്യവസ്ഥ, ടൂറിസം, സാങ്കേതിക വിദ്യ എന്നിവയിൽ ആഗോളതലത്തിൽ മുൻപന്തിയിലെത്തിയതുപോലെ ജീവിത നിലവാരത്തിലും മനുഷ്യരാശിയുടെ ആരോഗ്യത്തിലും ദുബായ് മുന്നേറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. NTV ദുബായ്. ദുബായ് എമിറേറ്റ്സ് റോഡിൽ ഞായറാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 6 ഇന്ത്യക്കാരടക്കം 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. ആകെ 9 പേർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച എമിറേറ്റ്സ് റോഡിൽ മിനി ബസും ട്രക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ 9 പേരിൽ 4 പേരും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിലുള്ള 4 പേരിൽ 3 പേർ ഇന്ത്യക്കാരും ഒരാൾ നേപ്പാൾ സ്വദേശിയുമാണ്. മറ്റുള്ളവരെ ഡിസ്ചാർജ് ചെയ്തു. അപകടത്തിൽ മരിച്ച 7 തൊഴിലാളികളിൽ 6 പേർ ഇന്ത്യക്കാരും ഒരാൾ ശ്രീലങ്കൻ സ്വദേശിയുമാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്ന വിവരം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും സ്ഥിരീകരിച്ചു. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ആശുപത്രി സന്ദർശിച്ച് പരിക്കേറ്റ ഇന്ത്യക്കാരെ കാണുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരകളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും കമ്പനിയും അറിയിച്ചു. ദുബായ് പോലീസുമായും മെഡിക്കൽ ടീമുകളുമായും കോൺസുലേറ്റുമായും ചേർന്നാണ് നിലവിൽ തുടർ നടപടികൾ പുരോഗമിക്കുന്നത്. ദുബായിലെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ജോലിക്ക് ശേഷം ഷാർജയിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്ന തൊഴിലാളികളാണ് ബസ്സിലുണ്ടായിരുന്നത്. എമിറേറ്റ്സ് റോഡിൽ ദുബായ് ഷാർജ അതിർത്തിക്ക് സമീപം സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിന് നടുവിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിന് പിന്നിലേക്ക് മിനി ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 17 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വണ്ടിയുടെ വലതുഭാഗമാണ് ട്രക്കിന് പിന്നിലേക്ക് ശക്തമായി ഇടിച്ചത്. തുടർന്ന് വലതുവശത്തിരുന്ന യാത്രക്കാർക്കാണ് ഗുരുതരമായി പരിക്കേറ്റതും ജീവൻ നഷ്ടമായതും. NTV ദുബായ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണമുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയില്ലെന്ന് എമിറേറ്റ്സ്. അധികമായി വരുന്ന ചെലവുകളെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്നും എമിറേറ്റ്സ് പ്രസിഡന്റ് ടിം ക്ലർക്ക് വ്യക്തമാക്കി. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ തുടരുന്ന പശ്ചാത്തലത്തിൽ എമിറേറ്റ്സ് ദുബായിൽ നിന്ന് ഇന്ത്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ തുടരുകയാണെന്ന് എമിറേറ്റ്സ് പ്രസിഡന്റ് ടിം ക്ലർക്ക് പറഞ്ഞു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിമാനങ്ങളിൽ കൂടുതൽ ഇന്ധനം കരുതുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. സർവീസുകളുടെ എണ്ണം കുറയ്ക്കാനോ പരിമിതപ്പെടുത്താനോ ഒരു ഉദ്ദേശവുമില്ല. അധികമായി വരുന്ന ചെലവുകളെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല എന്നും ക്ലർക്ക് വ്യക്തമാക്കി.
ജർമ്മനിയിൽ കൂടുതൽ വിപുലീകരണത്തിനാണ് എമിറേറ്റ്സ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പുതിയ ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുന്നത് അവിടുത്തെ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും പ്രയോജനം ചെയ്യുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു. കൂടാതെ ഹാർഡ്വെയർ ലഭ്യത പരിമിതമാണെങ്കിലും തങ്ങളുടെ പരമാവധി വിമാനങ്ങളിൽ സൗജന്യ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും എമിറേറ്റ്സ് നടത്തുന്നുണ്ട്. ബെർലിനിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്താനായി എമിറേറ്റ്സ് ഏറെക്കാലമായി ശ്രമിച്ചു വരികയാണ്. ബെർലിൻ വിമാനത്താവളത്തിൽ സർവീസ് നടത്താനുള്ള സ്ലോട്ടുകൾ എമിറേറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും സർവീസ് ആരംഭിക്കാനുള്ള അന്തിമാനുമതി ഇനിയും ലഭിച്ചിട്ടില്ല എന്നും ക്ലർക്ക് പറഞ്ഞു. NTV ദുബായ്. ഷാർജയിൽ അൽതവൂൺ ടണൽ പദ്ധതിക്കായി അൽതവൂൺ സ്ട്രീറ്റ് ഭാഗികമായി അടച്ചിടുന്നു. ജൂൺ 13 മുതൽ വഴിതിരിച്ചുവിടുമെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. താൽക്കാലിക ഗതാഗത ക്രമീകരണങ്ങൾ പാലിക്കാനും നിയുക്ത ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനും ഷാർജ RTA നിർദ്ദേശിച്ചു. അൽതവൂൺ ടണൽ വികസന പദ്ധതിയുടെ ഭാഗമായി ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അൽതവൂൺ സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചിടുന്നു. ജൂൺ 13 ശനിയാഴ്ച മുതൽ ഷാർജയ്ക്കും ദുബായിക്കുമിടയിൽ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർ വഴിതിരിച്ചുവിടലുകൾ പാലിക്കേണ്ടതുണ്ട്. നിലവിലുള്ള അൽതവൂൺ റൌണ്ട് അബൌട്ടിന് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനാണ് താൽക്കാലികമായി റോഡ് അടച്ചിടുന്നതെന്ന് അതോറിറ്റി അറിയിച്ചു. ഷാർജയുടെ റോഡ് ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും എമിറേറ്റിലുടനീളമുള്ള ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദുബായിലേക്കും അൽ നഹ്ദ പാലത്തിലേക്കും പോകുന്ന വാഹനങ്ങൾ അൽ കോർണിഷ് സ്ട്രീറ്റ് വഴി വഴിതിരിച്ചുവിടും. അതേസമയം അൽ നഹ്ദ പാലത്തിൽ നിന്ന് ഷാർജയിലേക്ക് വരുന്ന വാഹനങ്ങൾ അതോറിറ്റി അംഗീകരിച്ച ബദൽ റൂട്ടുകൾക്കനുസൃതമായി വഴിതിരിച്ചുവിടും. നിർമ്മാണ കാലയളവിൽ താൽക്കാലിക ഗതാഗത ക്രമീകരണങ്ങൾ പാലിക്കാനും നിയുക്ത ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനും SRTA വാഹനം ഓടിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുഗമമായ ഗതാഗതം നിലനിർത്തുന്നതിനും പ്രദേശത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ കാലതാമസം ഒഴിവാക്കുന്നതിനും ഗതാഗത സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. NTV ഷാർജ. ഡ്രൈവിംഗ് സ്കൂളുകളിലെ പരിശീലന വാഹനങ്ങൾക്കുള്ളിൽ ഇൻസ്ട്രക്ടർമാരുടെയും ട്രെയിനികളുടെയും പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനുള്ള ഇന്റലിജന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പരിചയപ്പെടുത്താൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഡ്രൈവിംഗ് പരിശീലന രംഗത്തെ ഗുണനിലവാരവും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. പരിശീലകരുടെയും പരിശീലനം തേടുന്നവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം പരിശീലന സമയം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ ക്യാമറ സംവിധാനം സഹായിക്കുമെന്ന് RTA ലൈസൻസിംഗ് ഏജൻസിയിലെ ലൈസൻസിംഗ് ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് ഡയറക്ടർ സയ്യിദ് അൽ റംസി പറഞ്ഞു. AI സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ദുബായ് സർക്കാരിന്റെ നയത്തിന് അനുസൃതമായാണ് ഇത് നടപ്പാക്കുന്നത്. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പരിശോധനകളിൽ 200% വർധനവുണ്ടായിട്ടുണ്ട്. നിയമലംഘനം തടയാനും ഡ്രൈവിംഗ് പരിശീലനത്തിനിടയിലെ ഉറക്കം, ഭക്ഷണം കഴിക്കൽ, മറ്റ് ശ്രദ്ധ തിരിയുന്ന കാര്യങ്ങൾ എന്നിവ കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും. പരിശീലന വാഹനങ്ങൾ നിർദ്ദിഷ്ട റൂട്ടുകളിൽ നിന്നും സമയക്രമത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് തടയാനും ഈ സ്മാർട്ട് സംവിധാനത്തിലൂടെ സാധിക്കും. ഇൻസ്പെക്ഷൻ സമയം കുറയ്ക്കാനും പരിശീലനത്തിന്റെ ഗുണനിലവാരം ഉയർത്താനും ഇതിലൂടെ സാധിക്കുമെന്ന് ദുബായ് RTA വ്യക്തമാക്കി. NTV ദുബായ്. മനുഷ്യോപയോഗത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയ ഏകദേശം 20 ടൺ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ജിദ്ദ മുനിസിപ്പാലിറ്റി നശിപ്പിച്ചു. നഗരത്തിന്റെ കിഴക്കൻ മേഖലയിലെ സംയുക്ത പരിശോധനാ നടപടിക്കിടെയാണ് ഭക്ഷ്യസുരക്ഷാ ലംഘനങ്ങൾ കണ്ടെത്തിയത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന അനധികൃത കേക്ക്, പേസ്ട്രി, മധുരപലഹാര നിർമ്മാണശാല എന്നിവ അടച്ചുപൂട്ടി. താമസ കെട്ടിടത്തിനുള്ളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഫാക്ടറിയിൽ അടിസ്ഥാന ആരോഗ്യ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് വിവിധ തരത്തിലുള്ള പേസ്ട്രികളും മധുരപലഹാരങ്ങളും നിർമ്മിച്ചിരുന്നതെന്ന് ജിദ്ദ മുനിസിപ്പാലിറ്റി അറിയിച്ചു. പരിശോധനയിൽ കേടായ അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. ചിലത് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. കൂടാതെ പഴകിയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഉപകരണങ്ങളും ഭക്ഷ്യനിർമ്മാണ സംസ്കരണ രീതികളിലെ നിരവധി നിയമലംഘനങ്ങളും അധികൃതർ കണ്ടെത്തി. സ്ഥാപനത്തിൽ കണ്ടെത്തിയ മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും മനുഷ്യോപഭോഗത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നശിപ്പിച്ചത്. ഉൽപാദനത്തിനും സംസ്കരണത്തിനും ഉപയോഗിച്ച ഉപകരണങ്ങളും നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പൊതുജനാരോഗ്യത്തിനും ഉപഭോക്തൃ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അനധികൃത പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയുന്നതിനും താമസ മേഖലകളിലെ നിയന്ത്രണരഹിത വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമുള്ള ജിദ്ദ മുനിസിപ്പാലിറ്റിയുടെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ പരിശോധന. NTV ജിദ്ദ.
ദുബായ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് 48 മണിക്കൂറിനുള്ളിൽ വിസ ലഭിക്കുമെന്ന് GDRFA. ആവശ്യമായ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കിയാൽ 48 മണിക്കൂറിനകം ഒറ്റത്തവണ പ്രവേശനത്തിനുള്ള ടൂറിസ്റ്റ് വിസ ലഭിക്കുമെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. രാജ്യാന്തര സന്ദർശകർക്ക് യുഎയിലേക്കുള്ള പ്രവേശന നടപടികൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് GDRFAയുടെ വിശദീകരണം. 30 ദിവസത്തെയും 60 ദിവസത്തെയും കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസകൾ ഇത്തരത്തിൽ ലഭ്യമാണ്. ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞാൽ വിസ കൃത്യസമയത്തിനകം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അംഗീകൃത ടൂർ ഓപ്പറേറ്റർമാർ വഴി വിസയ്ക്കായി അപേക്ഷിക്കാം. യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്രാനുഭവം ഉറപ്പാക്കാനായി വളരെ ലളിതവും വേഗത്തിലുള്ളതുമായ നടപടിക്രമങ്ങളാണ് ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നും GDRFA സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ വ്യക്തമാക്കി. അപേക്ഷകന്റെ വ്യക്തിഗത ഫോട്ടോ, നിലവിൽ കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവയാണ് പ്രധാനമായും സമർപ്പിക്കേണ്ടത്. ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ തങ്ങളുടെ സ്വന്തം നാട്ടിലെ ദേശീയ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള അപേക്ഷകൾക്ക് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അംഗീകാരം ലഭിക്കാറുണ്ട് എന്ന് വിവിധ ട്രാവൽ ഏജന്റുമാർ പ്രതികരിച്ചു. ചില സന്ദർശകർക്ക് അപേക്ഷ സമർപ്പിച്ച് 2 മുതൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ വിസ ലഭിക്കുന്നുണ്ട്. ഡിജിറ്റൽ സേവനങ്ങൾ വിപുലീകരിച്ചും വിസ നടപടികൾ വേഗത്തിലാക്കിയും ആഗോളതലത്തിൽ മുൻനിര വിനോദസഞ്ചാര കേന്ദ്രം എന്ന ദുബായിയുടെ പദവി കൂടുതൽ ശക്തമാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. അപേക്ഷ നൽകുന്നത് മുതൽ രാജ്യത്ത് എത്തുന്നതുവരെയുള്ള സന്ദർശകരുടെ യാത്ര കൂടുതൽ സുഗമമാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. NTV ദുബായ്.